ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് നാരായണീയം ദശകം 74 മധുരാപുരി പ്രവേശമാണ്. ഭഗവാൻ കൃഷ്ണൻ മധുരയിലേക്ക് പോയതാണ്. അവിടെ നഗരവീഥിയിൽ ചെന്നപ്പോൾ നഗരവാസികളൊക്കെ അവിടെയുള്ള നല്ല ഭക്തന്മാരായ ഭക്തമക്കൾ, കാരണം അധികം പാപം ചെയ്യാത്തവരെ ഭഗവാന്റെ അടുക്കൽ ചെല്ലൂ. അത്രമാത്രം പുണ്യവതികൾ സുഹൃത്തുക്കളായിരിക്കും, അല്ലാത്തവർ പോകത്തില്ലല്ലോ. ഇന്ന് നമുക്കറിയാം, എവിടെ ഒരു പുണ്യാത്മാവ് വന്നാലും നമ്മുടെ അവിടെ ചെല്ലുന്നതാരാ? ഭക്തന്മാരാണ് കൂടുതലും അവിടേക്ക് ഓടി ചെല്ലുന്നത്. ഒരു സന്യാസിയാണ് എന്ന് കരുതി ഓടി ചെല്ലും. ചിലപ്പോൾ സന്യാസി യഥാർത്ഥത്തിൽ വേഷഭൂഷാദികൾ സന്യാസമായിരിക്കും, ഉള്ളം കപടവും ആയിരിക്കും. എന്നാലും ഭക്തന്മാർ അവിടേക്ക് ഓടിയെത്തും. സ്വഭാവം അറിഞ്ഞു വരുമ്പോഴത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്നാലും നമുക്ക് ആർത്തി പൂണ്ടിരിക്കും ഒരു ഭക്തനെ കാണുമ്പോൾ, അതൊരു സന്യാസിയാണ്. അതുപോലെ ഭഗവാൻ അവിടെ ചെന്നപ്പോൾ പുണ്യ സ്ത്രീകളെല്ലാം അവിടെ ഒത്തുകൂടി. അതുമല്ല, ഭഗവാൻ പോയ വഴിക്ക് തന്നെ രജകൻ പാണ്ടക്കെട്ടുമായി വന്ന് കംസൻ്റെ രാജവസ്ത്രം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇത് അല്പം തരുമോ, കുറച്ചധികം തരുമോ? അപ്പം എന്താ പറഞ്ഞ, ഇത് തന്നെ ഉടുക്കുമല്ലയോ എന്ന് കളിയാക്കി. ഭഗവാൻ എന്ത് ചെയ്ത് അവൻ്റെ തല അങ്ങ് നുള്ളിക്കളഞ്ഞു. എങ്കിലും മോശം കൊടുത്തു വധിച്ചപ്പോൾ. പിന്നെ അതുപോലെ ഭക്തരായ ഒരു നെയ്ത്തുകാരൻ എന്ത് ചെയ്ത്, ചോദിക്കാതെ തന്നെ ഭഗവാന് വസ്ത്രങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ വാസം നൽകി അനുഗ്രഹിച്ചു. വൈകുണ്ഠത്തിലേക്ക് തന്നെ ഭഗവാനൊപ്പം തന്നെ ഇരിക്കാനുള്ള മനസ്സ് ശുദ്ധത. ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് പരമാത്മാവിന് കൊടുക്കുന്ന ഒരു മനസ്സ്, ആ ശുദ്ധത, അതാണ് ഭഗവാൻ നോക്കുന്നത്. അത് മതി, വേറൊന്നും വേണ്ട. നമ്മൾ ഒരു കിണ്ടിയിൽ അല്പം വെള്ളവും അതായത് പുഷ്പവും ഒക്കെ നമ്മൾ ഭഗവാന് എത്രത്തോളം പ്രീതി, വലിയ വിലപിടിപ്പുള്ളതൊന്നും വേണ്ട. ഒരു പുഷ്പം മതി. നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്, നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. നമ്മളിന്ന് ഒരുപാട് പേർക്ക് അവനവൻ്റെ പൊടി കൊച്ചുങ്ങളോ മക്കളോ ഒക്കെ വന്നാലോ എടുത്തോ, അവർക്ക് കുഞ്ഞ് ഉറങ്ങിപ്പോവും, പെട്ടെന്നാവട്ടെ അവരെ കുളിപ്പിക്കുന്നു, വെക്കന്തനാഹാരം കൊടുക്കുന്നു, എന്തൊരു വെപ്രതിയാണ്. എന്നാൽ ഈ ഭഗവാൻ എന്നുള്ള ചിന്തയോ, സന്ധ്യയായി, ഭഗവാന് വിളക്ക് കത്തിക്കാൻ സമയമായി, ഭഗവാനല്ല നമുക്ക് വേണ്ടിയാണ്, എന്നാലും ഭഗവാന്റെ മുമ്പിൽ ഒരു ഇച്ചിരി അല്പം വെള്ളം പുഷ്പം, ആ ആർത്തി കാണത്തില്ല, ഒരാർത്തിയും ഇല്ല. അതേസമയം അവനവൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എന്തൊരു ആർത്തിയാണ്. അത് ഈശ്വരൻ നോക്കും. അപ്പം ഹൃദയം എന്താ രണ്ടെന്നുള്ളത്, ഭഗവാനെ അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ ലൗകികമായ ചിന്ത നമുക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഹൃദയം പന്നലെന്ന് പറഞ്ഞത്. നല്ല ഹൃദയമുള്ളവർ എന്ത് ചെയ്യും? ഈശ്വരൻ്റെ കാര്യം, ഈശ്വരൻ്റെ എന്താ കാര്യം? ഈശ്വരനൊന്നും വേണ്ട, നമ്മുടെ മനസ്സ് ശാന്തവും സമാധാനവും കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആവശ്യമില്ലെങ്കിലും നമ്മളങ്ങ് ചെയ്യുക. ഈശ്വരൻ ഇതൊക്കെ ആവശ്യമുണ്ട്, എൻ്റെ കണ്ണന് കൊടുത്തേ പറ്റൂ, എൻ്റെ കണ്ണൻ പട്ടിണിയായി പോകും, എൻ്റെ ഭഗവാന് കൊടുക്കട്ടെ കാര്യമുള്ളൂ എന്ന് നമ്മളാ ചിന്തിക്കുന്നത്. ഈശ്വരനൊന്നും വേണ്ട, അത് നമ്മുടെ മനസ്സ് പോലെ മംഗല്യം. അങ്ങനെ അവിടെ എന്ത് വന്നു, കുബ്ജ ഇത് കുറിക്കൂട്ട് കൊണ്ടുവന്ന്. അപ്പം അതുപോലെ തന്നെ പുഷ്പങ്ങളും മാലകളെല്ലാം കൊണ്ടുകൊടുത്ത് ഭക്തന്മാർ. ഇവിടെ കുബ്ജ കുറിക്കൂട്ട് കംസന് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ ചോദിച്ചത്, ആർക്കായി കൊണ്ടുപോകുന്നത്? അങ്ങനെ ചോദിക്കാത്ത താമസം ഭഗവാൻ അങ്ങ് കൊടുത്തു. ഈ കുബ്ജ എങ്ങനെയുള്ളവരാണ്? അത്രമാത്രം ഹൃദയശുദ്ധിയുള്ള വിശാല ഹൃദയം, സുന്ദരിയ ആകം അത്രമാത്രം എന്താ പറയുന്നത്, ഹൃദയശുദ്ധിയാണ്, സുന്ദരിയാണ്. എന്നാലോ പുറത്ത് അല്പം വളവുണ്ട്, കൂനുണ്ട്. ഉള്ളമാണെങ്കിലോ ഒരു കൂനുമില്ല, ഒരു വളവുമില്ല, നിർമ്മലമായ ഹൃദയമാണ്, ഒരു കളങ്കമില്ലാത്ത ഹൃദയം, ശുദ്ധ ഹൃദയം. അപ്പോഴെന്ത് വന്നു, ഭഗവാൻ എന്ത് വിചാരിച്ചു, ഇത് ഈ കുറിക്കൂട്ട് അത് കൊടുത്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അങ്കരാഗമെന്നാണ് പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്ത്, അവളുടെ ഹൃദയത്തിൻ്റെ മഹിമ കണ്ടിട്ട് ഭഗവാൻ അനുരാഗം നൽകി അവർക്ക്. അനന്തരം അവളുടെ മനസ്സിൻ്റെ വളവില്ലായ്മ ശരീരത്തിലും വ്യക്തമാക്കുന്നതിന് അവളെ പിടിച്ച് കൈകൊണ്ടൊന്ന് നിവർത്തി നിർത്തി. അപ്പം ശരീരത്തിന് മാത്രമേ എന്തുള്ളൂ, വളവുള്ളൂ, ഉള്ളം അത്രമാത്രം ശോഭയാണ്. അപ്പോൾ ഭഗവാനും വിചാരിച്ച് ഭൂലോക സുന്ദരിയാവട്ടെ, അകവും പുറവും സുന്ദരിയാവട്ടെ. അങ്ങനെ ഭഗവാൻ പിടിച്ച് നിവർത്തി നിർത്തിയപ്പോൾ എന്തോന്ന്, ഉടനെ തന്നെ അവളുടെ കൂന് മാറിട്ട് അവൾ ഭൂലോക സുന്ദരിയായി കാണപ്പെട്ടു. അങ്ങനെ ഭഗവാന്റെ കൃപ കടാക്ഷം കൊണ്ട് കൂനിയായ സ്ത്രീ ഒരു നിർമ്മല ഗാത്രിയായ സുന്ദരിയായി. അപ്പം നിർമ്മലമായ ഗാത്രം ശരീരം, അപ്പോൾ അകവും പുറവും സുന്ദരിയായി. അത്രമാത്രമാണ് ഭഗവാനോട് ഭക്തന്മാർക്ക് എന്താ ഭഗവാൻ കാണിക്കുന്നത്. ഭക്തൻ എങ്ങനെയാണ് ഉള്ളമാണെന്ന് ഭഗവാൻ നോക്കുന്നത്. നമ്മളെ പുറമേ അല്ല ഈശ്വരൻ നോക്കുന്നത്, നമ്മുടെ ഉള്ളം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്.
അങ്ങനെ അവരെ സുന്ദരിയാക്കി മാറ്റി. നമുക്ക് 6-ാമത്തെ ശ്ലോകമാണ് ഇനി വായിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ, ഓർമ്മ കിട്ടാൻ വേണ്ടി. നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. താവൽ നിശ്ചിത വൈഭവാസ്തവ വിഭൂരാത്യന്ത പാപാജന യൽക്കിഞ്ചിൽ ദദേ സ്മ ശക്തിയനുഗുണം താംബൂലമാല്യാദികം ഗൃഹണാന കുസുമാദി കിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർ നാദിഷ്ടാം ബദഹായതോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭു താവൽ നിശ്ചിത വൈഭവാസ്തവ വിഭോനാത്യന്ത പാപാജന യൽക്കിഞ്ചിൽ ദദേ സ്മ ശക്തി അനുഗുണം താംബൂലമാല്യാദികം കൃഷ്ണാന കുസുമാദി കിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർ നാദിഷ്ടം ബദഹായതോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭു. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ വിഭോ ഗുരുവായൂരപ്പ, അന്ന് വളരെയധികം പാപം ചെയ്യാത്ത സുഹൃതികൾ ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കി. എന്താണ് ഇങ്ങനെ നന്ദഗോപുരം അവിടെ ഭഗവാൻ ഇങ്ങനെ വളരുന്നു, ഇതൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം. ഭഗവാൻ ഒരു രൂപമൊക്കെ അവർ മനസ്സിൽ കണ്ട് ധ്യാനിച്ചിരിക്കുക. ആരാ? ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞ സുഹൃതികൾ. അല്ലാത്തവർക്ക് അറിയില്ലല്ലോ. ഒരു കാരണവശാലും ഇപ്പോൾ ഭാഗവതം തന്നെ എത്ര പേർക്കറിയാം? 100 പേര് നമ്മൾ വെച്ചാൽ അതിൽ 5 പേർക്ക് പോലും താല്പര്യം കാണത്തില്ല. എന്താ കാരണം? ഭഗവാന്റെ മാഹാത്മ്യം ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് എന്താ ഇത്, ഭാഗവതം എന്തോന്ന് അറിയില്ലല്ലോ. അറിയാത്തതുകൊണ്ട് അവർ നോക്കത്ത് പോലുമില്ല. എനിക്കിതൊന്നും വയ്യ. ഈശ്വരൻ്റെ മഹിമാൽപ്പം പോലും അറിയാത്തവർ എന്ത് ചെയ്യാനാ? എന്നാൽ 5 പേര് ആവട്ടെ, അവരാണ് എന്ത് ചെയ്യുന്നത്? അല്പം സുഹൃതം. പാപം വളരെ ചെയ്യാത്തവർക്കാണ് ഈ സുഹൃതം അനുഭവിക്കാൻ പറ്റൂ. ഈശ്വരൻ പരമാത്മാവാണ്. നമ്മുടെ ഭാഗവതം അത് ഈശ്വരനാണ്, വചനം ഈശ്വരനാണ്, ഭഗവത് കഥകൾ ഭഗവാനാണ്. അപ്പോൾ ഇത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? വളരെ പാപം ചെയ്യാത്ത അതിനെ സുഹൃതികളെന്ന് പറയും. ഒരുപാട് പാപം ചെയ്യത്തില്ല. കാരണം കുറേയൊക്കെ നമുക്ക് ചെയ്യാതെ കണ്ട് ഈ ജന്മം ഇങ്ങനെ മനുഷ്യ ജന്മമൊക്കെ എടുത്തു പോയി. ജീവിതം അങ്ങനെയാണല്ലോ, പലതും ചെയ്തു പോകും. അങ്ങനെ നമുക്ക് ജീവിതമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗൃഹമൊന്നുമില്ലാതെ എവിടെയെങ്കിലും പോയി തപസ്സരിക്കണം. നമ്മൾ നടക്കാതെ എവിടെയെങ്കിലും ഒരു മണ്ഡപത്തിലോ എവിടെയും പോയി ഇരുന്നാൽ മതി. വല്ലവരും വല്ല വെള്ളമോ ആഹാരം കൊണ്ടു കൊടുത്താൽ കഴിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കണം. നമ്മൾ നടന്നു പോയെങ്കിൽ വല്ല എറമ്പിനെങ്കിലും ചവിട്ടിക്കൊല്ലും. അതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കാതെ എടുക്കാതെ എങ്ങനെയാണ് പോയി ഇരിക്കാൻ നമുക്ക് പറ്റൂ? നമുക്ക് ജീവിതമല്ലേ. അതുകൊണ്ട് വളരെ പാപം ചെയ്യാത്ത സുഹൃതികൾ അവിടെ അന്ന് ഭഗവാൻ നഗരവീതിയിൽ ചെന്നപ്പോൾ സ്ത്രീകളെല്ലാം ഭഗവാനെ കാത്തു നിൽക്കുക. ഈശ്വരനെ ഒരു രൂപം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്ത്? ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കി അതിലങ്ങ് വിശ്വസിച്ചിട്ട് എന്തോന്ന് ശക്തിക്കനുസരിച്ച് അവരുടെ യഥാശക്തി പോലെ ഭഗവാൻ ഇങ്ങനെ വരുന്നു, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കാഴ്ച വെക്കണം. എന്തൊരാനന്ദമാണ്. ഭഗവാൻ എന്താ കൊടുക്കുക? മാഹാത്മ്യം അറിഞ്ഞിട്ടാ അല്ലെങ്കിൽ കൊടുക്കൂല. ഭഗവാന്റെ മഹിമ അറിയാത്തൊരു വ്യക്തി ഭഗവാൻ വന്നിട്ടങ്ങ് പോയി. അവർ കണ്ട് അല്ലെ സാധാരണ ഒരു മനുഷ്യൻ വരുന്നത് പോലെ. ഇവിടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? ഭഗവാൻ വരുന്നത് കേട്ടപ്പോൾ തന്നെ അവരുടെ ശക്തിക്കനുസരിച്ച് പൂക്കൾ, പുഷ്പമാലകൾ തുടങ്ങി എന്താണോ ഉള്ളത്, ഒരു പഴമാണോ ഭഗവാൻ എന്താ കൊടുക്കാനുള്ളത്, അത് കൊണ്ടുവന്ന് കാഴ്ച വെച്ച് വന്ദിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി. അതാണ് സുഹൃതികളും സുഹൃതന്മാരും ചെയ്യുന്നത്. നമ്മളിൽ എത്ര പേർക്കിതുണ്ട്? നമ്മൾ നേരം വെളുത്താൽ ഇവിടെ അന്ന് ഭഗവാന്റെ അടുക്കൽ നമ്മൾ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോഴും നമുക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാം. നമ്മൾ ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നിടത്ത് ഒരു ഫോട്ടോ എടുത്ത് നേരം വെളുക്കുമ്പം ഭഗവാന്റെ മാഹാത്മ്യം, ആ ഭാഗവതത്തിലെ കഥകളൊക്കെ കേൾക്കുമ്പം ഭഗവാന്റെ മാഹാത്മ്യം നമ്മൾ കുറേയൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ, ഈശ്വര എനിക്കും എൻ്റെ കണ്ണന് നല്ലൊരു പുഷ്പം വിരിഞ്ഞിരിക്കുന്നത്, അത് ഉടനെ പിച്ചിക്കൊണ്ടുവന്ന് ഭഗവാനെ ആ പുഷ്പത്തോട് ചോദിക്കും, അതിനെ പിച്ചിക്കോട്ടെ എന്നാ ചെടി, ഇത് കണ്ണന് കൊടുക്കാനാ, ചെടിയുടെ അനുവാദം വാങ്ങിച്ചിട്ടേ പിച്ചാവൂ, തുളസി പോലും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഭഗവാൻ അല്പം ജലവും ശുദ്ധ കിണ്ടിയൊക്കെ തേച്ച് മിനുക്കി അതിലല്പം വെള്ളവും ഒരു പുഷ്പവും ഒക്കെ കൊടുക്കുമ്പോൾ, തുളസി ആവട്ടെ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ അത്രമാത്രം വ്യപ്രതി വേണം. ഈ നഗര സ്ത്രീകൾ എന്താ ചെയ്തത്? അവരാൽ ഒക്കുന്നത് പോലെ എന്താണോ അവരുടെ കൈവശം ഉള്ളത്, ഒരു പൂക്കളോ അല്ലെങ്കിൽ പുഷ്പമാലകളോ തുടങ്ങി എന്താണോ ഉള്ളത് അത് കൊണ്ടുവന്ന് ഭഗവാന് കാഴ്ച വച്ചിട്ട് എന്ത് ചെയ്തു? വന്ദിച്ച് ഭഗവാനുടെ അനുഗ്രഹം നേടി. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ചെയ്തിട്ട് ഭഗവാൻ അപ്പോൾ തന്നെ അനുഗ്രഹവും കൊടുത്തു. ആ സമയമാകട്ടെ എന്തെങ്കിലും പുഷ്പം തുടങ്ങിയവ കയ്യിലെടുത്ത് മാർഗത്തിൽ നിന്ന് കൂപ്പുകൈയോടെ അടിയൻ നിന്നിരുന്നില്ല. ആര് പറയുന്നത്? ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന് അത് പറ്റിയില്ലല്ലോ. ഭഗവാനെ എനിക്കും മാർഗത്തിൽ, വഴിയിൽ, മാർഗം വഴി, ഏത് വഴി?
ഭട്ടതിരിപ്പാട് അന്നില്ല. ഇത് ഇത് അദ്ദേഹം ഇതിവിടെ രചിക്കുമ്പോൾ ഭഗവാൻ എത്രയോ കാലത്തിന് മുമ്പുള്ള കാര്യം ഇവിടെ പറയുന്നത്. പക്ഷേ അദ്ദേഹം മാർഗം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. ഏത് മാർഗം? അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ അറിവ് വെച്ച നാൾ തൊട്ട് 40, 50, 100 വയസ്സിനകം മൊത്തം നമ്മുടെ മാർഗങ്ങളാണ്. നമ്മൾ വഴി സഞ്ചരിക്കുക. നമ്മൾ ദിവസേന ഓരോ വഴിയിലിങ്ങനെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് പോകുക. ഇതിനിടക്കാലത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഇതുവരെയെങ്കിലും നമുക്ക് പറ്റിയിട്ടുണ്ടോ? സന്തോഷപൂർവ്വമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, ആ അനുഗ്രഹം നമുക്ക് ഈശ്വരൻ കൊടുത്തതെന്താ? ആ ഹൃദയവിശാലത കൊണ്ടാണ് അവർക്ക് കിട്ടിയത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ നമുക്ക് ദിവസേന നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. എവിടെ സഞ്ചരിക്കുന്നു? നമ്മുടെ വീടുകളിൽ തന്നെ സഞ്ചരിക്കുന്നു. അയ്യോ, എനിക്ക് ഭക്തിപൂർവ്വം ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് എനിക്ക് എൻ്റെ കണ്ണന്, എൻ്റെ കൃഷ്ണന് ഒരു കണ്ടി വെള്ളമോ ജലമോ ഒരു ഗ്ലാസ് പാലോ പഴമോ എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ വഴി എന്ന് തുടങ്ങിയ വഴിയാണ് നമ്മൾ വഴി അടക്കുന്നത്. നമുക്ക് അറിവ് വെച്ച കാലം ജനിച്ചപ്പോഴേ വേണ്ട, കാരണം നമുക്ക് അറിവ് വന്നില്ലല്ലോ. നമുക്ക് അറിവ് വെച്ച കാലം മുതൽ എൻ്റെ ഈശ്വരൻ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്. എന്നും വെള്ളവും കണ്ടിയും കൊടുക്കും, പക്ഷേ മനസ്സ് എവിടെയെങ്കിലും ആയിരിക്കും. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അതിനകത്ത് ഈശ്വരൻ അറിയത്തോലുമില്ല ഇവിടെ കെണ്ടിയും വെള്ളവും പുഷ്പവും കൊടുത്തെന്ന്. നമ്മുടെ ഹൃദയം ഈ സ്ത്രീകൾ, ഈ പുണ്യ സ്ത്രീകൾ കൊടുത്തതുപോലെ കാഴ്ച വെച്ച് നമസ്കരിച്ച്, അയ്യോ ഭഗവാൻ ഇന്ന് എന്താ ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു മാല, അങ്ങനെ കൊടുത്ത ഒരു മനസ്സ്, ഹൃദയം അത്രമാത്രം ആനന്ദത്തോടുകൂടി നമ്മളത് ചെയ്യാൻ നമ്മുടെ ഇത്രയും നാളുകൊണ്ട് നമ്മൾ വഴി നടക്കുന്നു. ജനിച്ച നാളോട്ട് നമ്മൾ ഇത്രയും വർഷം നമ്മൾ വഴി നടന്നു എന്ന് ഏത് സമയം നമ്മളത് ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ നോക്കണം. നമ്മൾ എന്തെങ്കിലും ഹൃദയത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മുടെ ഹൃദയമാകുന്ന മനമലരായാലും മതി. ആ മനസ്സ് ഭഗവാനിൽ എത്തിയിട്ടുണ്ടോ? അതായാലും മതി. നമ്മുടെ മനസ്സ് പോലെ ഒരു മലരുണ്ടെങ്കിൽ അതിപോലെ വേറൊന്നും, വനമലരിനേക്കാൾ നല്ല മനമലര്. വനമലര് വെച്ചാൽ പുറമേയുള്ള പുഷ്പം. മനസ്സാകുന്ന മലരെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ പുഷ്പം. അതും നന്നായി നമ്മൾ ഭഗവാന് അർപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നും നമ്മൾ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും വെള്ളവും കൊടുക്കുന്നു, പുഷ്പവും വെക്കുന്നു, വിളക്കും കത്തിക്കുന്നു. എന്താ ചെയ്യുക? ആർക്കാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, ഞാനും ഇങ്ങനെ ചെയ്ത് പഠിച്ചു. ഞാനും വിളക്ക് കത്തിക്കുന്നു. ആർക്കാ? നമുക്ക് വേണ്ടിയാണോ? അതൊന്നും അറിയില്ല. വിളക്ക് കത്തിച്ച് വെട്ടം കിട്ടാൻ. പുഷ്പവും വെള്ളം വെച്ചോ? വെച്ചു. ആർക്കാ? ആർക്കും അറിയത്തില്ല. വെള്ളവും കിണ്ടിയിൽ വെച്ച് വെള്ളവും പുഷ്പം വെക്കുന്ന ആർക്കാണെന്ന് അറിയില്ല. അമ്മയൊക്കെ വെക്കുന്ന കണ്ട് പഠിച്ചു. ആർക്കാണെന്ന് അമ്മമാർ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വെള്ളം ദിവസേന കൊണ്ടുവെക്കുന്നു. അത് ഈശ്വരൻ കഴിക്കുന്നു, ആര് കഴിക്കുന്നു? വെറുതെ കൊണ്ടുവെക്കുന്നു. വല്ല അർത്ഥമുണ്ടോ ചെയ്തത്? ഇത്രയും നാളും സഞ്ചരിച്ചുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ചെയ്തത്? വെള്ളത്തിൽ വരച്ച വര പോലല്ലേ? നമ്മുടെ ഹൃദയം അവിടെ അർപ്പിച്ചോ? അതാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മുടെ ഹൃദയം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ മനസ്സ് എന്താ കുബ്ജയുടെ കൂന് മാറ്റി കൊടുത്ത് സുന്ദരിയാക്കിയത്? അവിടെ ഹൃദയത്തിൻ്റെ വിശാലത. ഭഗവാൻ ഇത് ആർക്കാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആ ഒരു മനസ്സാണ് അവിടെ. അതുപോലെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്ത് ഭട്ടതിരിപ്പാട് പറയുന്നത്? എനിക്കതിന് പറ്റിയില്ലല്ലോ എന്നാ. ഇങ്ങനെ ഉള്ളത് എന്തെങ്കിലും പുഷ്പം തുടങ്ങി കയ്യിലെടുത്ത് മാർഗത്തിൽ വഴിയിൽ നിന്ന് കൂപ്പുകൈയോടെ അടിയൻ നിന്നിരുന്നില്ല. ഏതെങ്കിലും അമ്പലത്തിലോട്ട് പോകുന്ന സമയത്തോ, അമ്പലത്തിൽ പുരുഷന്മാരൊക്കെ പോകും, പക്ഷേ കൂപ്പുകൈയൊക്കെ കാണും, പക്ഷെ ഹൃദയം അവിടെ ചെന്നിട്ടില്ല. ഒരു പുഷ്പം കൊടുത്തിട്ടില്ല, മനസ്സിൻ്റെ മലരോ കൊടുത്തിട്ടില്ല. ചെന്ന് എല്ലാവർക്കും ഒപ്പം ഒന്ന് തൊഴുതു, അത്രയേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, മാർഗത്തിൽ വഴിയിൽ. നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞത് നമ്മുടെ ഓരോ വഴികളാണ്, നമ്മൾ നടക്കുന്ന വഴിയാണ്. എന്തൊരു വഴിയാ? കാലോട് നടക്കുന്ന റോഡല്ല, നമ്മൾ ഇത്രയും നാളും സഞ്ചരിച്ച വഴി. ഈ വഴിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് പാലോ പുഷ്പമോ പഴമോ ഭഗവാന് ആനന്ദത്തോടുകൂടി ഭഗവാനുള്ള ചിന്തയോടുകൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. കൂപ്പുകൈയോടെ അടിയൻ നിന്നിരുന്നില്ല. അതുകൊണ്ടാണ് അടിയനിപ്പോൾ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനിടയായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്താ? അമ്പലത്തിലിരുന്ന് എത്ര നാളത്തെ തപസ്സും പ്രാർത്ഥനയും ഇതെല്ലാം എഴുതി പ്രാർത്ഥിക്കുന്നു, അടിയനെ രക്ഷിക്കണമേ, രോഗം മാറ്റണമേ എന്ന് പറയുന്നു. നല്ല സമയത്ത് അടിയൻ ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ വന്നത്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിനകത്തുനിന്ന്? നമ്മൾ നല്ല സമയത്ത് ചെറുപ്പകാലത്ത് നമ്മൾ ഭഗവാന് കൊടുക്കണം. ഭഗവാൻ ഇതൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൻ്റെ ഒരു ആർത്തി. നമ്മുടെ കൊച്ചു മക്കളൊക്കെ ഉറങ്ങാനൊക്കെ കിടക്കും, അയ്യോ എൻ്റെ കുഞ്ഞു വല്ലതും കഴിച്ചോ, എന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള വ്യപ്രതി ഉണ്ട് മക്കൾക്ക് വേണ്ടി. പക്ഷേ ഭഗവാൻ ഇങ്ങനെ സന്ധ്യയാകുമ്പോഴും നാമജപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ ഇരുത്തിയോ, ഭഗവാന് അർപ്പിച്ചോ ഒരു പുഷ്പമെങ്കിലും,
സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭഗവാന് കൊടുത്തോ, അതാണ് ഈശ്വരൻ നോക്കുന്നത്, നമ്മുടെ ഹൃദയം. അത് ഈ ഭട്ടതിരിപ്പാട് ചെയ്തില്ല. ഇത്രയും നാളും നടന്നു, മാർഗം വഴിയെ നടന്നു, എന്നിട്ട് എനിക്കതിന് പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് അടിയന് അത് ഭട്ടതിരിപ്പാടിന് ഇപ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടായത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് കഷ്ടപ്പാട് വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പട്ടിണി കിടുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്. എല്ലാം ഈശ്വരനോട് കാണിക്കാത്ത പ്രവൃത്തി. ഈശ്വരന് ഒന്നും വേണ്ടെന്ന അറിവുള്ളവർ പറയും. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് വെപ്രാളം വേണം. ഈശ്വരന് വേണ്ട പോലും വേണം പോലും. അത് നമ്മളെന്തിനാ അറിയുന്നത്, നമുക്കുള്ളത് പങ്ക് ഈശ്വരൻ തന്നത് തന്നെയാണ്. അത് അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമുക്കെല്ലാം തന്നിട്ട് ഇരിക്കുന്നത് ഒരു സ്ഥലത്ത് സ്വച്ഛമായി നമ്മൾ അച്ഛനും അമ്മയും തന്നാൽ അവർ പട്ടിണി കിടന്നോട്ടെ, അല്ലെ അവർക്ക് എന്തിനാ കൊടുക്കുന്നത്, അവർ തന്നതല്ലയോ, വല്ല അർത്ഥമുണ്ടോ അത്. നമ്മൾ എന്തെടുക്കുന്നു അത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ടേ. അവർക്കുള്ള മുതലാണെന്ന് കരുതി അവർക്ക് കൊടുക്കാതെ നമ്മൾ കഴിക്കാൻ പറ്റുമോ? അതിപ്പരം പാപം എന്താ ഉള്ളത്. അതുകൊണ്ട് ഈശ്വരൻ നോക്കുന്ന അതാ. ഈശ്വരനൊന്നും വേണ്ട പോലും വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ പ്രവൃത്തി, നമ്മുടെ ഹൃദയം നല്ലതാണ് ഈശ്വരൻ നോക്കുന്നത്. അതാണ് വേണ്ടുന്നത്. അപ്പം നമ്മളും പഠിക്കണം. ഭട്ടതിരിപ്പാട് പറഞ്ഞാൽ നമുക്ക് പാഠം. നമ്മൾ വഴിയെ എന്നും ദിവസേന സഞ്ചരിക്കുക. നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാം. ഇത്രയും വർഷം നമ്മൾ എത്ര വയസ്സായോ അത്രയും നാൾ നമ്മൾ സഞ്ചരിച്ച് ഒരു നേരമെങ്കിലും ഭഗവാന് ആർത്തിയോടെ സന്തോഷത്തോടെ ഹൃദയശുദ്ധിയോടെ അത്രമാത്രം വെമ്പലോടെ നമ്മൾ ഭഗവാൻ എന്ത് നൽകി. ഒരു പുഷ്പം കൊടുത്തത് യഥാർത്ഥമായ ഭഗവാൻ അത് സ്വീകരിച്ചോ. വെറുതെ കൊടുത്താൽ സ്വീകരിക്കത്തില്ല. നമ്മുടെ മനസ്സ് അത്രമാത്രം ശുദ്ധമാണെങ്കിൽ മാത്രമേ, സ്നേഹത്തോടുകൂടി കൊടുത്തതിന് മാത്രമേ ഭഗവാൻ അത് അംഗീകരിക്കും. നമുക്ക് തന്നെ അറിയാം, ഒരാൾ പ്രാവിക്കൊണ്ട് നമുക്ക് എന്ത് തന്നാൽ നമ്മൾ അത് എടുക്കുമോ? ആരുടെയെങ്കിലും മക്കളായാലും സന്തോഷത്തോടെ തന്നല്ലേ വേണ്ടെന്ന് പറയും. ഏത് രക്ഷാകർത്താക്കളായാലും അത് സ്നേഹമാണ്. അതിന് സ്നേഹം ഇല്ലാത്തൊരു കാര്യം ഞാൻ വാങ്ങിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും എൻ്റെ മക്കൾ സന്തോഷത്തോടെ തന്നാൽ എനിക്കിഷ്ടമാണ്. അല്ലാതെ നമ്മൾ നിർബന്ധിച്ചുള്ളതെന്ന് വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ പോകുന്ന വഴി, നമ്മൾ എവിടം വരെ പോകുന്നു, എത്ര വയസ്സ് വരെ നമ്മളിങ്ങനെ നടക്കുന്നു, സഞ്ചരിക്കുന്നു, അതിനകം വെച്ച് ഭഗവാനിൽ നിന്നുള്ള സ്നേഹം നല്ല നാളുകളിൽ കൊടുക്കണം. ചെറുപ്പകാലത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. വയസ്സെന്ന് ഭട്ടതിരിപ്പാട് അവസാനം രോഗശൈലിയായി പറയുമ്പം ഭഗവാൻ അത്രത്തോളം താമസം എടുക്കും. ആദ്യകാലത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഭട്ടതിരിപ്പാടിന് ഇത്രയും കാലം തപസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അവന് വയ്യ, എൻ്റെ ഭക്തനാ, ഇപ്പം വയ്യാഞ്ഞിട്ടാ. നല്ല നാളിൽ എന്നെ സ്നേഹിച്ചു, എന്നോട് ഭക്തിപൂർവ്വം എല്ലാം തന്നു. അയ്യോ ഇപ്പം അവന് വയ്യാഞ്ഞിട്ടാ, എൻ്റെ മകനാ, അയ്യോ എനിക്കവനെ കാത്ത് രക്ഷിക്കണം എന്നൊക്കെ. ഇതിപ്പം എന്നും ഇത് ഇത്ര 100 ശ്ലോകങ്ങൾ എങ്ങാണ്ടുണ്ട്, ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല. അതിനകത്തെല്ലാം അദ്ദേഹം എന്താ പറയുക, രക്ഷിക്കണമേ എന്ന്. എന്താ കാരണം? നല്ല സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ നല്ല സമയത്ത് അടിയനിങ്ങനെ നിന്നിരുന്നില്ല, എനിക്കതിന് പറ്റിയില്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കഷ്ടപ്പാടുകൾ വന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.